നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംസ്ഥാന സമിതി അംഗം എം.എൻ. മധു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി ക്രിസ്മസ് സന്ദേശം നൽകി. ബി.ജെ.പി. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട്ട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രതീഷ് ടി, സെക്രട്ടറി സജീവ് സി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജി മലയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഗീത നിരവത്, സി.ഡി. അശോകൻ, സെക്രട്ടറിമാരായ പ്രശാന്ത് വി.എസ്., പ്രവീൺ ബാബു, ഒ.ബി.സി. മോർച്ച മണ്ഡലം പ്രസിഡന്റ് അജി മലയിൽ, ദിലീപ് സി.എൻ., സോഷ്യൽ മീഡിയ കൺവീനർ സുധീഷ് കുമാർ എസ്, പ്രീത ശശികുമാർ, സവിത എസ്, ഉഷാകുമാരി സജി, രശ്മി സനൽ തുടങ്ങിയവർ പങ്കെടുത്തു. മിക്കവാറും നമ്മളിൽ എല്ലാ സ്ഥാനാർത്ഥിമാരോടും നമ്മുടെ ആളുകൾ പലരും പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിതായിരിക്കും നമ്മുടെ ആത്മവിശ്വാസം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ TV കണ്ടിട്ട് വരികയാണ്, ഒന്നാം സ്ഥാനം കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഏതാണ്ട് 1,60,00,000 വോട്ട്. രണ്ടാം സ്ഥാനം വളരെ അഭിമാനകരമായ കണക്കാണ്. രണ്ടാം സ്ഥാനം LDF 1,55,00,000 വോട്ട്. മൂന്നാം സ്ഥാനം ബി.ജെ.പിക്ക് ഏതാണ്ട് 80 ലക്ഷം ആളുകൾ വോട്ടിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് CPI ആണ്. ആറാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് മാണി. ഏഴാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ്. അതിനുശേഷം താഴോട്ടാണ് മറ്റു പാർട്ടീസ് വളർന്നത്. അപ്പൊ കേരളത്തില് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയോടത്തോളം നമുക്ക് 1.5 കോടി ജനങ്ങളാണ്. ഈ 1.5 കോടി ജനങ്ങളില് പകുതിയോളം ഹിന്ദുക്കളാണ്. ഏകദേശം 3 കോടി ജനങ്ങളിൽ പകുതിയോളം ഹിന്ദുക്കളാണ്. ആ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്നത്. അതിൽ തന്നെ ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. ഇതിന് വേഷം കെട്ടാൻ നമുക്ക് ഒരു മടിയുണ്ടായില്ല. ഇന്നിവിടെ എന്റെ സഹോദരിമാർ അല്ലെങ്കിൽ എന്റെ അനിയത്തിമാര് ഇപ്പൊ മുത്തോലപുരത്ത് നമുക്ക് യാതൊരു വലിയ വർക്കൊന്നും ഉള്ളതില്ല. ആ സ്ഥലത്ത് 60ഓളം വോട്ട് താമരയ്ക്ക് കുത്താൻ ഒരു മടിയും കാണിച്ചില്ല. അതിൽ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് യാതൊരു വർക്കും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വർക്കുള്ള സ്ഥലത്ത് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വോട്ടർമാർ എലഞ്ഞിയിലുണ്ട്. യാതൊരു സംശയവുമില്ല. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇത് വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പാണ്. ഒരു കാരണവശാലും നമ്മൾ രാഷ്ട്രീയമായിട്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. വലിയ നേട്ടം തന്നെയാണ് എലഞ്ഞി പഞ്ചായത്തിൽ. സാങ്കേതിക കാരണങ്ങളാൽ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു. അത് വളരെ ശരിയാണ്. പക്ഷേ എനിക്കറിയാം, രാമമംഗലം പഞ്ചായത്തില് എൻ്റെ വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വിഭജനം വന്നപ്പോൾ 13ാം വാർഡായിരുന്നു എൻ്റെ. അവിടുത്തെ സ്ഥാനാർത്ഥി അവിടുത്തെ പഞ്ചായത്ത് സമിതിയുടെ അധ്യക്ഷനാണ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ആക്സിഡന്റിൽ മരിച്ചുപോയി. ബൈ ഇലക്ഷൻ നടന്നു. മരിച്ചുപോയപ്പോ അദ്ദേഹം മരിച്ചു പോയതിനേക്കാളും വിഷമം നമുക്കായിരുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തണമല്ലോ 6 മാസത്തിനുള്ളിൽ, എങ്ങനെ നേരിടും എന്നുള്ള ബൈ ഇലക്ഷനാണ്. മുഴുവൻ നേതാക്കന്മാരും അവിടെ വന്ന് പ്രചരണത്തിന് വരും. നമ്മളെ സംബന്ധിച്ച് വലിയ നേതാക്കന്മാരൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് നമ്മളെ സംബന്ധിച്ച്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.